അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, അതിന് വേണ്ടി ഷോപ്പിലുള്ള തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓർഗൻസ, ഡിജിറ്റൽ ഓർഗൻസയാണത്. അപ്പോൾ അതിൻ്റെ അടിവശത്തെ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടിയുണ്ട്. എംബ്രോയ്ഡറി വർക്കും അതിന് മുകളിൽ ഡിജിറ്റൽ പ്രിൻറ്റും പിന്നെ അതുപോലെ പ്ലെയിൻ കളറും, അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ആ തുണി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 വയസ്സാണ്, ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഷോപ്പിൽ വന്നൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തുണി കട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സ്കേർട്ട് ഭാഗം ഈ ഒരു എംബ്രോയ്ഡറി, അതുപോലെ സ്കാലപ്പോട് കൂടി എംബ്രോയ്ഡറി ചെയ്തതും അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിൻറ്റുമാണ് സ്കേർട്ട് ആയിട്ട് നമ്മൾ ഫ്രോക്കിന് എടുക്കുന്നത്, സ്കേർട്ട് പോർഷൻ. ബാക്കി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് യോക്ക് പോർഷൻ ആ ഒരു ലൈറ്റ് ബ്ലൂ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ കട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അളവുകൾ ഞാൻ എഴുതി കാണിക്കാം ഓരോന്നും. അളവ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് ആകുമ്പോൾ നമുക്ക് ആ വശത്തേക്ക് ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഞൊറിവുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തത്. ശേഷം നമുക്കതിൻ്റെ നെക്കാണ് ഇപ്പോൾ ഇത് കേട്ടോ. ക്യാൻവാസിൽ നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള നെക്കുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കണം. ഫ്രണ്ട് ഭാഗത്ത് വി നെക്കും ബാക്ക് നെക്ക് യു ആയിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്. സുബിതയാണ് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ബർത്ത്ഡേ ഫ്രോക്കുകളോ അതല്ല നോർമൽ ഫ്രോക്കോ എന്താണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോപ്പിൽ തന്നെ കുറച്ചൊക്കെ അത്യാവശ്യം തുണികളുണ്ട്, ബർത്ത്ഡേ ഫ്രോക്കായാലും നോർമൽ ഫ്രോക്കായാലും സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൽ നമ്മൾ ആ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ അളവ് അയച്ചു തരികയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വീട്ടിലെത്തിച്ചു തരുന്നതാണ്. ഞാൻ ഇതുപോലെ തന്നെ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, പ്രയർ ഡ്രസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഓൺലൈൻ വഴി ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നത്. അത് 1 or 2 ആവശ്യമുള്ളതായാലും വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് കൂടുതലെണ്ണം 10, 15, 20, 25 ഒക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ഓർഡറിനനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഷോപ്പൊക്കെ ഇട്ടത്. ഇതുപോലെ ഒരു ഡിസൈനർ കൂടി എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും, ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും, അതുപോലെ തന്നെ ബർത്ത്ഡേ ഫ്രോക്കായാലും, പിന്നെ ഞങ്ങൾ ചിലർക്ക് സാരി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, സാരി ബ്ലൗസോട് കൂടി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സാരി മാത്രം ഡിസൈൻ ചെയ്തിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആരി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് സാരിയിലായിക്കോട്ടെ ഡ്രസ്സിലായിക്കോട്ടെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് ഞാനിപ്പോൾ സാധനങ്ങൾ ഇതുപോലെയുള്ള ഡ്രസ്സുകളായാലും അതുപോലെ തന്നെ ഫ്രോക്കുകളായാലും എന്തായാലും ഞാൻ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്.
നൈറ്റി നൈറ്റി ബിറ്റുകൾ, ഇനി മെറ്റീരിയൽസ് മതിയെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം ഞാൻ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഒരു പീസ് കൊടുത്ത് മറിച്ചടിക്കുകയാണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഞൊറിവുകളിട്ട് നല്ല ഭംഗിയോടുകൂടി ഞൊറിവുകൾ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിൽ പേളുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള മുത്തുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രസ്സിൽ. അപ്പോൾ അതുപോലെയാണ് ഞൊറിവുകൾ സ്ലീവിൽ വെക്കാനുള്ള ഞൊറിവുകൾ എടുക്കുന്നത്. നീളത്തിലൊരു പീസ് എടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ഞൊറിവുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിലൂടെ ആദ്യം നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ അതങ്ങോട്ട് വലിച്ചു കൊടുക്കുമ്പോൾ അത് ഞൊറിഞ്ഞ് കിട്ടുമല്ലോ. ശേഷം അങ്ങനെ ഞൊറിവിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് നല്ല, അതല്ലെങ്കിൽ അതിങ്ങനെ ഞൊറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കും. അപ്പം അതങ്ങനെ ഇളകാതിരിക്കാൻ നമ്മളിതുപോലൊരു സ്റ്റിച്ചും കൂടി അതിന് സെൻറ്ററിലൂടെ തന്നെ കൊടുക്കണം. അതാണ് ഇപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലീവാണ് ഇപ്പോൾ ഇത് കേട്ടോ. സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും വേറെ വേറെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു രണ്ടും കൂടി ഒരുമിച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഉടുപ്പിന് നമ്മളൊരു വള്ളി കൊടുക്കുമല്ലോ, ബാക്കിലേക്ക് പിടിച്ച് കെട്ടാനുള്ള വള്ളി കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ രണ്ടും കൂടി അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു വള്ളികളൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മളത് ഈ യോക്ക് പാർട്ടിൻ്റെ അടിവശത്തായിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സൈഡ് രണ്ടും യോജിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ അത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ രണ്ട് വശത്തും രണ്ട് പീസുകൾ ഇതുപോലെ നമ്മൾ കൊടുത്തിരിക്കണം. രണ്ട് സൈഡിൽ നിന്നും ബാക്കിലേക്ക് പിടിച്ചു കെട്ടാൻ. അപ്പം അത് രണ്ടും യോജിപ്പിച്ചു. ഇനി നമുക്കിവിടെ ഇതുപോലൊരു ബോ കൊടുക്കണം. അതിലൊക്കെ പേളുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിൽ പേളുകൾ കൊടുക്കണം. അതുപോലെ തന്നെ നെക്കിൽ ഒരു മാലയുടെ, നമ്മൾ കഴുത്തിലൊരു മാല ഇട്ടാലുള്ള ഒരു ഫീലിങ്, അങ്ങനെ ഒരു കുറച്ച് മുത്തുകളും കൂടിയും കൊടുക്കണം. അതെല്ലാം ഇനി നമ്മൾ സൂചിയും നൂലും എടുത്താണ് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു നിക്കർ പോലെ അതും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ തലയിലേക്കൊരു ബോ കാണുന്നില്ലേ, ഇതുപോലൊരു ബോ, ഹെയർ ബോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴുത്തിൽ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് കളറിൽ പേള് കൊടുത്തിട്ടുണ്ട്. ഒരു മാലയുടെ അതേപോലെ മാല കഴുത്തിലിട്ടാൽ എങ്ങനെയാണോ അത്. അപ്പോൾ വീഡിയോ കാണുന്നവർക്കാർക്കെങ്കിലും ഇതുപോലത്തെ ഫ്രോക്കുകളോ എന്താണോ ഏത് ഡ്രസ്സായാലും എല്ലാം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാൻ മറക്കരുത്. ഓക്കെ.